Hello friends, once again welcome to my channel Siyal Creative Media. Siyal Creative Media എന്ന ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സജഷൻ വീഡിയോ അല്ലെങ്കിൽ ഒരു കണ്ടന്റ് ഒരു വ്യക്തി എനിക്ക് തന്ന അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതായത് ഒരു വ്യക്തി എനിക്ക് ഒരു ഫോട്ടോ അയച്ച് തന്ന കുറേ പെർഫ്യൂമിൻ്റെ ബോട്ടിൽ ഇങ്ങനെ കൂട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നായിരുന്നു ചോദ്യം. അപ്പോൾ അതുകൊണ്ട് അവർ വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷേ ഇതുകൊണ്ട് എനിക്ക് തോന്നുന്ന ചെറിയൊരു ക്രാഫ്റ്റാണ് ഇന്നത്തെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അതായത് ഈ ഒരു പെർഫ്യൂം ബോട്ടിൽ അതേപോലെ തന്നെ കുറച്ച് മണൽ അതേപോലെ തന്നെ ഒരു നമ്മുടെ ചെടിയുടെ കമ്പൊക്കെ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ടുള്ള ഒരു ആർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ സമയമൊന്നും കളയുന്നില്ല. സിമ്പിളായിട്ടുള്ള വെരി ഷോർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ ചാനലുകൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ഒരു അടുത്തുള്ള ഒരു ബെല്ലൈക്കനോട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ അവൈലബിൾ എന്ന ആ ഒരു ഓപ്ഷനിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി കൊടുക്കാൻ വേണ്ടി മറക്കരുത്. ഓക്കെ, അപ്പോൾ സമയങ്ങളെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ ഇതാണ് ആ ഒരു ചെടി. ഈ ഒരു ചെടിയുടെ കമ്പ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ആർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് ഈ ഒരു ചെടി ആകുമ്പോഴത്തേക്ക് നമുക്ക് നല്ല പ്രോട്രേറ്റ് മോഡലുള്ള നല്ല രീതിയിലുള്ള കമ്പൊക്കെ എടുക്കാൻ വേണ്ടി പറ്റും. ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ കുറച്ചും കൂടി ഷേപ്പുള്ള കുറച്ചും കൂടി കാണാൻ ഭംഗിയുള്ള കമ്പുകളൊക്കെ ഈ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഈ ഒരു ചെടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു കമ്പ് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഉണങ്ങിയ കമ്പാണ്, ഉണങ്ങിയതാണ്. പച്ചയാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അതിനുശേഷം ഇത് നമ്മൾ കുറേ ലെങ്ത്ത് ഉണ്ട്, അതായത് നേരിയ ലെങ്ത്ത്, അതായത് നേരിയ ഈ ഒരു കമ്പുകളൊക്കെ ഞാൻ ഇതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാണ് ഈ ഒരു നൈഫ് വെച്ചിട്ട്. നിങ്ങൾക്ക് നൈഫ് വെച്ചിട്ട് ചെയ്യാൻ ടഫാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കയ്യിൽ നൈഫൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സീസേഴ്സ് വെച്ചിട്ടും ഈ ഒരു സംഭവം ചെയ്യാവുന്നതാണ്. അത് കുറച്ചും കൂടി സിമ്പിളായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ സീസേഴ്സ് വെച്ചിട്ട് ഇതിൻ്റെ ആ ഒരു എക്സ്ട്രാ ഉള്ള ആ ഒരു പോർഷനൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കുറച്ചും കൂടി ഷേപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു സ്പ്രേയുടെ ബോട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പെർഫ്യൂമിൻ്റെ ബോട്ടിൽ, സെൻറ്റിൻ്റെ ബോട്ടിലാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സെൻറ്റിൻ്റെ ബോട്ടിലിൻ്റെ അടപ്പ് എടുക്കുന്ന ഒരു വീഡിയോ ഞാൻ ഈ ഒരു ചാനൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കാണാൻ പറ്റില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് മണൽ നിറച്ച് വെച്ചിട്ടുണ്ട്. മണൽ തന്നെ നിറക്കണമെന്നില്ല, കുറച്ചും കൂടി കളേർഡ് ആയിട്ടുള്ള എന്തെങ്കിലും സാധനം നിറച്ചാലും കാണാൻ കുറച്ചും കൂടി ഭംഗിയായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അതിനുശേഷം ഞാനിതിലേക്ക് നമ്മുടെ അക്രിലിക് പെയിൻറ്റാണ് കൊടുക്കുന്നത്. അക്രിലിക്കിൻ്റെ ബ്ലാക്ക് പെയിൻറ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് കളർ പെയിൻറ്റാണുള്ളത് അത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ സ്പോഞ്ച് യൂസ് ചെയ്തിട്ടാണ് ഇത് കൊടുക്കുന്നത്, കുറച്ചും കൂടി സിമ്പിളാകാൻ വേണ്ടിയിട്ട്. ബ്രഷ് ആണെങ്കിൽ നമുക്ക് കുറേ സമയം എടുക്കും, സ്പോഞ്ച് ആണെങ്കിൽ നമ്മൾക്ക് ഇത്തരത്തിൽ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല രീതിയിൽ ഇതിലേക്ക് പെയിൻറ്റ് ആയിക്കോളും. പിന്നെ കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് വുഡ് പ്രൈമറൊക്കെ കൊടുത്തിട്ട് കുറച്ചും കൂടി ഭംഗിയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പൈൻറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പൈൻറ്റിൽ ഇതിനെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ ഏകദേശം ഭാഗം എനിക്കിവിടെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഈസിയാണ് സ്പോഞ്ച് വെച്ച് പെയിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അതിനുശേഷം നമ്മുടെ ഈ ഒരു ബോട്ടിലേക്ക് നിറച്ച ഒരു മണലുണ്ടാവില്ല, അപ്പോൾ ഒരു മണലിലേക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് കുത്തി വെച്ച് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഗ്ലൂ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. മണലാകുമ്പോൾ കുറച്ചും കൂടി ടൈറ്റായി നിൽക്കും, കുറച്ചും കൂടി ടൈറ്റിൽ കുത്തി കൊടുത്താൽ നല്ല രീതിയിൽ നിൽക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെരി ഷോർട്ടസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു ആർട്ട് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ കാണുന്നവരെ ബൈ.